ഹലോ ഗായ്സ്, ഞാനിവിടെ ഇന്ന് നല്ലൊരു വൈകുന്നേരം ചായക്കെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നത്. അത് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മളെ മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ്. മധുരക്കിഴങ്ങ് കിഴങ്ങ് നല്ലോണം ചെറുതായിട്ട് ഞാനിവിടെ മുറിച്ചിവിടെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ നല്ലോണം നീളത്തിലായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ ഉള്ളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കട്ട് ചെയ്ത് വെച്ച ഈ മധുരക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതും ഇട്ട് കൊടുക്കാം. ഇത്തിരി ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അര സ്പൂൺ അത്ര മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മളെ കരിവേപ്പില, പിന്നെ ഒരു 2 ഇത്ര വണ്ണമുള്ളൊരു വെച്ചിട്ട് മൈദപ്പൊടി, അതേപോലെ തന്നെ ഒരു സ്പൂണല്ല, ഇതൊരു കയ്യിൽ വെച്ചിട്ട് തന്നെ ഒരു റവയും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്നിത് കുഴച്ചെടുക്കാം. നല്ലോണം കിഴങ്ങും മൈദയും മസാലകളൊക്കെ നല്ലോണം എല്ലാം കൂടിയിട്ടൊന്ന് നല്ലോണം കുഴച്ചെടുക്കാം. ഈ കിഴങ്ങിൻ്റെ കൂട്ടലൊക്കെ നല്ല റെഡിയായി ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം ഗ്യാസിൻ്റെ മുകളിൽ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. തീയൊന്ന് കത്തിച്ച് കൊടുക്കാം. ഓയിലും കൂടി ഇതിലേക്ക് ചീനച്ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. ഓയിലൊന്ന് നല്ലോണം ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മളെ പൊരിക്കാനുള്ള എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെ നല്ല മധുരക്കിഴങ്ങ് കൂട്ടി വെച്ചത് ഇതിൽ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ലോണം ഇതൊക്കെ നമ്മൾ കിഴങ്ങ് നാണം പൊരിഞ്ഞ് വരുന്നുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഈ ഭാഗം ഒന്ന് പൊരിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കാം. ഇപ്പം നമ്മളെ മധുരക്കിഴങ്ങ് നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഈ എണ്ണയിൽ നമുക്ക് കോരിയെടുക്കാം. നല്ലോണം എണ്ണ ഭാഗത്തുനിന്ന് കോരിയെടുക്കാം. അടുത്ത ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഇതേപോലെ തന്നെ ബാക്കിയും കൂടി ഇതേപോലെ തന്നെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഇപ്പം നമ്മളെ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള നല്ല ചായക്കടി ഇവിടെ റെഡിയായി. വൈകുന്നേരം എല്ലാവർക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമായത്. പിന്നെ ഇതിന് മുമ്പ് കപ്പ വെച്ചിട്ട് ചെയ്തിരുന്നു, കോഴിക്കാല് വന്നിട്ട്. അതിൽ നിന്നൊരു വെറൈറ്റി വേറെ, അത് മധുരക്കിഴങ്ങ് വെച്ച്. അത് നല്ല ഇതാക്കി കട്ടൻ ചായയും വൈകുന്നേരത്തും ചായക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.